ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാജിക് കാണിക്കാറുണ്ട് തമാശ. ഞാനവിടെ ചാലക്കുടിയിൽ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഗ്ലാസ് പ്ലൈവുഡിന്റെ ഒക്കെ വലിയ ഷോപ്പ്. അതിന് ഞാൻ കാർ ഓടിക്കും. എന്റെ ജീപ്പില് ഈ എക്യുപ്മെന്റ്സും ഡ്രൈവർമാർ രണ്ടുപേരുണ്ട്. കുറെ കാശ് സത്യത്തിൽ എന്റെ പോയി. അപ്പൊ എനിക്കൊരു വാശി, എന്താ ഈ മാജിക്കിൽ നിന്ന് തന്നെ കാശുണ്ടാക്കണം എന്നൊരു വാശി എനിക്കുണ്ടായി. ദുബായി ചെന്ന് ഗവൺമെന്റില് മറ്റേ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ പോയി ആദ്യത്തെ ഫെസ്റ്റിവല് 1996 ഫസ്റ്റ് ഫെസ്റ്റിവലില് ഞാൻ ചെന്ന് കുറെ മാജിക്കെല്ലാം കാണിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഗംഭീര മാജിക് ഷോ. മാജിക് എന്ന് പറഞ്ഞ ഫീൽഡ് മുഴുവൻ ദുബായില് ടോമി മാഞ്ഞുരാന്റെ കൺട്രോളിലായി. എനിക്ക് 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുണ്ട്, ഇൻക്ലൂഡിങ് മലയത്ത്. ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്ന ആളാണ്. ഇപ്പോഴും എനിക്കൊരു അംബീഷനും ഇല്ല. തൃശൂർ ജില്ലയിലെ ചെറായിയിൽ ജനിച്ച പ്രശസ്ത മാന്ത്രികൻ ടോമി മാഞ്ഞൂരാൻ ഇടപ്പള്ളിയിലെ മാജിക് കാസിലിലാണ് താമസിക്കുന്നത്. 2012 മാജിക് ഓസ്കാർ എന്നറിയപ്പെടുന്ന ദ ഇൻ്റർനാഷണൽ മെർലിൻ അവാർഡ് വിന്നറാണ് അദ്ദേഹം. മാജിക്കിൻ്റെ സാമ്രാജ്യത്തിലെ പടയോട്ടത്തിനും അന്വേഷണങ്ങൾക്കും സംഭാവനകൾക്കുമായി അമേരിക്കയിൽ നിന്നുള്ള ദ ഇൻ്റർനാഷണൽ മാജിക് സൊസൈറ്റി മാജിക്കിൽ അദ്ദേഹത്തിന് PhD ബിരുദം നൽകുകയുണ്ടായി. 1980 മുതൽ ഇന്ത്യയിലും UAEയിലും 12,000-ലധികം വേദികളിൽ മാജിക് അവതരിപ്പിച്ചതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. മികച്ച എൻ്റർടൈനർക്കുള്ള DSF അവാർഡുകൾ, UK മാജിക് സർക്കിൾ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. മാജിക് നിഷിദ്ധമായി കണക്കാക്കിയിരുന്ന UAEയിലെ ദുബായിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ മാഞ്ഞൂരാന് മാജിക് പ്രദർശിപ്പിക്കാൻ സർക്കാർ അനുവാദം നൽകി. 1997 മുതൽ ദുബായ് അൽനാസർ ലിഷർലാൻഡിൽ നിക്ഷേപക ട്രേഡ് കമ്പനി ഉടമയായ ആദ്യ ലൈസൻസ്ഡ് മജീഷ്യനാണ് ടോമി മാഞ്ഞൂരാൻ. 2017 വരെ ടോമി മാജിക് ഇൻ്റർനാഷണൽ UKയിൽ നിന്ന് ISO സർട്ടിഫിക്കറ്റ് നേടിയ സ്ഥാപനമായിരുന്നു. USA ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് പ്രസിഡന്റായിരുന്ന മാഞ്ഞൂരാൻ ഗൾഫ് റിംഗ് 345 ആജീവനാന്ത അംഗവും ഇന്ത്യ റിംഗ് 261 അംഗവുമാണ്. 2018 മാർച്ച് 25 ചാലക്കുടിയിൽ പ്രൊഫഷണൽ മാജിക് പരിശീലനത്തിനായി അദ്ദേഹം മാജിക് കാസിൽ ആരംഭിച്ചു. ഇപ്പോൾ ചാലക്കുടിയിൽ മാജിക്കിനോടൊപ്പം ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു ശ്രീ ടോമി മാഞ്ഞൂരാൻ. ഇത് ടോമി മാഞ്ഞൂരാൻ എൻ്റെ ആദ്യകാല ഗുരുനാഥൻ എന്ന് പറയാം. മാജിക്കിൽ എന്നെ മോഡേൺ മാജിക്കിന്റെ ലോകത്തിലേക്ക് കടത്തിവിട്ടത് ഇദ്ദേഹമാണെന്ന് പറയാം. 1982 മറ്റാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ചാലക്കുടിയിൽ വെച്ചാണ്. ചാലക്കുടിയിൽ ഞാനന്ന് റെയിൽവേയിൽ ജോലിക്കാരനായിരുന്നു. ചാലക്കുടിയിൽ ഇരിക്കുമ്പോഴാണ് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത്, ടൗണിലൊരു മജീഷ്യൻ ഉണ്ട്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനുഷ്യനാണ്, പരിചയപ്പെടാൻ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മജീഷ്യൻ ഉണ്ട്, അദ്ദേഹം ഇവിടുത്തെ ലയൻസിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്, ഒരു വലിയ മജീഷ്യനാണ്, വിദേശ രാജ്യങ്ങളിൽ സിംഗപ്പൂരും അവിടെയൊക്കെ മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മജീഷ്യനാണ്, ഞങ്ങളുടെ ലയൻസിൻ്റെ വലിയ പ്രവർത്തനമാണ്, വലിയൊരാളാണ് എന്ന് പറഞ്ഞു. ഒരിക്കൽ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞു. പക്ഷെ അദ്ദേഹം പരിചയപ്പെടുത്തി തരാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിച്ച് ടൗണിൽ ഇദ്ദേഹത്തിനൊരു ഹാർഡ്വെയർ സ്റ്റോർ ഉണ്ട്. അതിൽ പ്രീമിയർ ട്രേഡേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പ്രീമിയർ ട്രേഡേഴ്സ് അന്വേഷിച്ചപ്പോൾ അത് ചാലക്കുടി ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ആ കടയിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചു, ഇത് ടോമി മാഞ്ഞൂരാന്റെ കടയാണോ എന്ന് ചോദിച്ചു. അതെ, ഇത് തന്നെയാണ് ടോമി മാഞ്ഞൂരാന്റെ കട എന്ന് പറഞ്ഞ് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കാണിച്ചത്. ഞാൻ കടയിൽ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഞാൻ കൗണ്ടറിൽ ചോദിച്ചു, ടോമി മാഞ്ഞൂരാനാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. കണ്ടാൽ ഒരു മജീഷ്യന്റെ ലുക്കും ഉണ്ടായിരുന്നു. കാരണം ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ചിട്ട് കടയിൽ ഷോപ്പിൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ മജീഷ്യനാണെന്ന് പറഞ്ഞ ഉടനെ എന്നെ ഷേക്ക് തന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് ഏതാനും നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹം എന്നെ കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു.
അങ്ങനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ഒരു വലിയ മാജിക്കിന്റെ സാമ്രാജ്യത്തിലേക്കാണ് എന്നെ കൂട്ടിയിട്ട് പോയതെന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധാരാളം ഞാൻ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുറേയധികം ബുക്സ്, വീഡിയോ കാസറ്റ്സ്, വീഡിയോ VCR, വീഡിയോ പ്ലേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീഡിയോ കാണാനും ബുക്കുകൾ വായിക്കാനൊക്കെ എനിക്ക് വളരെയധികം സൗകര്യം ചെയ്തു തന്നു. പിന്നീട് അന്ന് മുതൽ ഈ ദിവസം വരെയും വളരെ അടുത്തൊരു സൗഹൃദ ബന്ധമാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ അപൂർവമായിട്ടുള്ള ചില പുസ്തകങ്ങളുടെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഹാർലൻ കാർബൽസിന്റെ കാർബൽ കോഴ്സ് ഓഫ് മാജിക് എന്ന് പറയുന്ന 7 വോളിയം ഉണ്ടായിരുന്നു. ആ 7 വോളിയം അദ്ദേഹത്തിന്റെ ബുക്ക് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഗ്രേറ്റ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞ് ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മാജിക്കിന്റെ ഇല്യൂഷൻ ബുക്ക് അതും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ചില പുസ്തകങ്ങളാണ്. അതൊക്കെ എനിക്ക് അവിടെ നിന്ന് നേരിട്ട് കാണാൻ, അത് വായിക്കാൻ മാത്രമല്ല അദ്ദേഹം അത് കൊണ്ടുപോകാൻ, വീട്ടിലേക്ക് കൊണ്ടുപോകാനും വായിക്കാനൊക്കെ ധാരാളം അനുവദിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡിലായിട്ട് ഒരു ഗോഡൗൺ ഉണ്ടായിരുന്നു. അതിനകത്ത് മുഴുവൻ മാജിക് ഉപകരണങ്ങളാണ്. അക്കാലത്ത് എനിക്ക് അത്രയധികം ഉപകരണങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാജിക് ചെയ്ത് കുറച്ച് വർഷങ്ങളായി മാജിക് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ മാജിക് ഉപകരണങ്ങളൊക്കെ ഞാൻ ആ ഗോഡൗണിനകത്താണ് കാണാൻ കഴിഞ്ഞത്. അത് പല ഉപകരണങ്ങളും എനിക്ക് ഉപയോഗിക്കാനും അദ്ദേഹം തന്നിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ 2 മജീഷ്യന്മാർ മാജിക്. ഒരു മജീഷ്യന്റെ സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്ന ബോർഡിൽ ടോമി മാഞ്ഞൂരാനെന്നും മജീഷ്യൻ ഉപേന്ദ്രൻ എന്നും 2 പേരെഴുതി ഒരുമിച്ച് ഞങ്ങൾ ദീർഘകാലം ചാലക്കുടിയും പരിസര പ്രദേശത്തും കൊണ്ടുപോയിട്ടുണ്ട്. എന്നെ 2 മജീഷ്യന്മാർ ഒരുമിച്ച് മാജിക് അവതരിപ്പിക്കുക, ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുക, അത് അക്കാലത്തൊരു സാധാരണ സംഭവമല്ല. അത് അപൂർവമായിട്ട് മാത്രമാണ്. അങ്ങനെ 2 മജീഷ്യന്മാർ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷെ ഞങ്ങളെന്തോ അങ്ങനെ 2 പേരും ഒരു സ്റ്റേജിൽ ദീർഘകാലം ഒരുമിച്ച് മാജിക് നടത്തിയിട്ടുണ്ട്. 2ഉം വ്യത്യസ്തമായിട്ടുള്ള ഷോയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആളുകൾ അംഗീകരിക്കുന്നത്. ചാലക്കുടി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ജാലവിദ്യാ രംഗത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കല്ല, പല മജീഷ്യന്മാർക്കും അദ്ദേഹം മജീഷ്യനാണെന്ന് അറിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അവരെ സഹായിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ പലരും പറയാറുണ്ട്, ആരെങ്കിലും സ്ട്രീറ്റ് മജീഷ്യന്മാരാണെങ്കിലും അദ്ദേഹം കണ്ട അവരെ എന്തെങ്കിലും സഹായിക്കും, വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും, എന്തെങ്കിലും ഉപകരണങ്ങൾ ചീട്ടോ അതൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബന്ധം അദ്ദേഹത്തിന്റെ ചാലക്കുടി ബിസിനസ് അവസാനിപ്പിച്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ ബിസിനസ് നിർത്തേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം ഗൾഫിലേക്ക് പോയി അവിടെ ബിസിനസ് ചെയ്തു. അങ്ങനെ ഗൾഫിൽ നല്ല രീതിയിൽ UAE-യിൽ, അത് ദുബായിലാണ് അദ്ദേഹം. ദുബായിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ അൽഗുറാർ അൽ നാസർ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ്. ദുബായിലാണ് അദ്ദേഹം താമസിച്ചത്. അവിടെ അൽഗുറാർ സിറ്റിന്റെ താഴെ അൽ നാസർ ലിഷർലാൻഡിലാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് ഉണ്ടായിരുന്നത് ദുബായിൽ. ആ ഷോപ്പിൽ കേരളത്തിൽ നിന്ന് പല മജീഷ്യന്മാരെയും കൊണ്ടുപോയി അവിടെ ഷോപ്പിൽ നിർത്തും. അവർക്ക് പുറത്ത് മാജിക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടും കുറച്ച് മജീഷ്യന്മാരൊക്കെ ദുബായിലേക്ക് ആക്കാനത്ത് പോയിട്ടുണ്ട്. പിന്നീട് എനിക്കും ആഗ്രഹമുണ്ടായി ദുബായിലേക്ക് പോകാൻ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുള്ള മജീഷ്യൻ സന്ദീപ്, അദ്ദേഹം ദുബായിൽ കൊണ്ടുപോയി. മുരളി ഒരുപാട് മജീഷ്യന്മാരെ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമേ അത് ഇനി കൊണ്ടുപോയ ആൾക്കാരുടെ കണക്കൊക്കെ താങ്കൾ പറഞ്ഞു. ഞാൻ മാജിക് കേട്ടിട്ട് വളരെയധികം പഴക്കമുള്ള ഒരു കഥയാണ്. 68-ലാണ് എൻ്റെ കല്യാണം. അപ്പൊ കല്യാണത്തിന്റെ തലേദിവസം ആൾക്കാരൊക്കെ പറഞ്ഞ് മജീഷ്യനാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്ന് അവിടെ ഫസ്റ്റ് നൈറ്റിന്റെ തലേദിവസം അവിടെ വീട്ടിൽ ചെന്ന്, തൃശ്ശൂരാണ് എൻ്റെ ഭാര്യ വീട്. അവിടെ ചെന്ന് മാജിക് കാണിക്കുക. അന്ന് പഴയ കാലത്ത് ചെയ്യുന്ന മാജിക്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാജിക് കാണിക്കാറുള്ള തമാശക്ക്. അപ്പൊ അതിലൊരു കത്തി കൊണ്ട് കൈമടിച്ച് മുറിക്കുന്ന ഒരു മാജിക് ഉണ്ട്, അത് ഞാൻ ചെയ്തു. അതുകൂടാതെ വേറെ കുറെ ചരടിന്റെ ട്രിക്ക്, കോയിന്റെ ട്രിക്ക് ഒക്കെ അന്നും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി നേരം വെളുത്ത് വന്നപ്പോ എൻ്റെ അളിയൻ, അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്,
വിൻസ്റ്റൺ വിധേയത്തിൽ. അവന്റെ കൈമ 6 സ്റ്റിച്ച്. എന്റെ കാരണം പറഞ്ഞല്ല, അതിന് മജീഷ്യൻ മാജിക് ചെയ്ത് കത്തിയുമ്പോ കൈ അടിച്ചു, കൈ മുറിഞ്ഞില്ല. ഇവനതുവരെ ചെയ്ത് നോക്കിയപ്പോ 6 മുറിവ് വന്നു. ഇങ്ങനെയാണ് എന്റെ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം. അപ്പൊ ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാജിക് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ തമാശക്കുള്ള മാജിക്കാണ് എന്തായാലും. പക്ഷെ അത് ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്തപ്പോ ഉപേന്ദ്രൻ പറഞ്ഞ പോലെ ഞാനവിടെ ചാലക്കുടിയിൽ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഗ്ലാസ് പ്ലൈവുഡിന്റെ ഒക്കെ വലിയ ഷോപ്പ്, 10-12 സ്റ്റാഫ്, കുറെ ഗോഡൌണുകൾ, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ, ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ്, അതിന്റെ ഡിസ്ട്രിക്ട് ചെയർമാൻ, ഇങ്ങനെ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് പറയും ഒരു മാജിക് ഷോ ആണ് കുന്നംകുളത്താണ്, അത് ഞങ്ങളുടെ ഫണ്ട് റേസിംഗ് ആണ്, അപ്പൊ അതിന് നിങ്ങളധികം ചാർജ് ചെയ്തിരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരേക്ക് വിളിക്കും, സ്റ്റേജ് ഷോ വേണ്ടി ബുക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ജീപ്പ്, കാറ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ കാർ ഓടിക്കും. എന്റെ ജീപ്പില് ഈ എക്യുപ്മെന്റ്സും ഡ്രൈവർമാർ 2 പേരുണ്ട്, ഗോപി, CD, സെബാസ്റ്റ്യൻ, 2 വണ്ടി വേറെയുണ്ട്. ഇതും കൊണ്ട് പോകും. അവർ തരുന്നത് വെറും 300 രൂപയ്ക്കാണ്. എന്റെ സ്റ്റാഫിന്റെ കാശ് തന്നെ തികയില്ല. അങ്ങനെ ചെയ്ത് ഇതിങ്ങനെ കുറെ ഷോകൾ ചെയ്തു. ഷോകൾ ചെയ്ത് കഴിഞ്ഞ് കുറെ കാശ് സത്യത്തിൽ എന്റെ കയ്യിൽ പോയി. അപ്പൊ എനിക്കൊരു വാശി, എന്നാ ഈ മാജിക്കിൽ നിന്ന് തന്നെ കാശ് ഉണ്ടാക്കണം എന്നൊരു വാശി എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് 96-ല് ഞാൻ ദുബായിക്ക് പോവാണ്. അന്ന് എനിക്ക് വലിയ ലയബിലിറ്റിയാണ് അവിടെ. അന്ന് ഞാൻ പോകാൻ നേരത്തൊരു വീട് വിറ്റത് 4 ലക്ഷം രൂപയ്ക്കാണ്. 7 സെന്റ് സ്ഥലവും വീടും വിറ്റ് 4 ലക്ഷം രൂപയ്ക്കാണ്. അന്ന് എനിക്ക് 36 ലക്ഷം രൂപ കടമുണ്ട്. അപ്പൊ എത്ര വീടിന്റെ കാശ് കടമുണ്ടെന്ന് എല്ലാവർക്കും ചോദിക്കാം. അങ്ങനെ ഞാൻ പോയി ദുബായി ചെന്ന് ഗവൺമെന്റില് മറ്റേ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ പോയി ആദ്യത്തെ ഫെസ്റ്റിവല് 1996-ലെ ഫസ്റ്റ് ഫെസ്റ്റിവലില് ഞാൻ ചെന്ന് കുറെ മാജിക്കെല്ലാം കാണിച്ചു. അപ്പൊ അതിന് 10-8 കൊല്ലം മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ദുബായിൽ കാണാൻ പോയിട്ടുണ്ട്. 92-ല് ഞാൻ ദുബായിൽ ചെല്ലുമ്പോ അന്ന് അവിടെ ഈ പറഞ്ഞ മാജിക് ഒന്നും ഇല്ല. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ് മാജിക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പോയി. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഗംഭീര മാജിക് ഷോ. അന്ന് 500 ദർഹം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഈ പ്രാവിന് എടുക്കുന്ന ഇന്ത്യൻ മാജിക്കുകാരുടെ അതിന്റെ പ്രസിഡന്റും കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ മോഡൽ മാജിക് ചെയ്യണം. അങ്ങനെ ചെയ്തതെല്ലാം കഴിഞ്ഞ് ദുബായിക്ക് പോയി. തിരിച്ച് കള്ളുപിടിക്കാൻ നേരിട്ടാണ് പോയത്. പിറ്റേ ദിവസം എനിക്ക് 500 ദർഹവും അവാർഡും ഒക്കെ തരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇന്ത്യൻ അസോസിയേഷനിൽ വരുന്നു. അവിടെയുള്ള സർവ്വ ടിവിയും തല്ലി പൊളിച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അപ്പൊ എന്റെ കാശും പോയി, എല്ലാം പോയി. ചോദിച്ചറിഞ്ഞപ്പോ അവിടെ ശവന്തീനി ഉറുമ്പുകൾ എന്ന് പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ചു. 1992-ലാണ്. ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അവർ 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് വിട്ടത്. എവിടേക്കാണ് കൊണ്ടുപോയെന്ന് അറിയില്ല. സൗദിയിലാണ് അവർ കൊണ്ടുപോകുക സാധാരണ. ദുബായിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നി, ഇത് ഇങ്ങനെ മലയാളികളൊക്കെ ഭരിച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, എന്നാൽ ഇതിൽ നിന്ന് തന്നെ നേരായിട്ടുള്ള കാര്യമുള്ളൂ. എനിക്ക് അന്ന് വാശി തോന്നി. അങ്ങനെ ഞാൻ 96-ല് മാജിക് സ്ഥിരമാക്കാനുള്ള ഒരു തീരുമാനത്തോടുകൂടി ഇത്രയും വലിയ ലയബിലിറ്റി ഉള്ള ചാലക്കുടിയിൽ നിന്ന് വിസിറ്റ് വിസയിൽ ഞാൻ പോയി. അവിടെ ചെന്ന് ഫസ്റ്റ് ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് എനിക്ക് അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കാരണം എനിക്ക് അത്യാവശ്യം സ്ഥാനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ ചെറുപ്പക്കാരൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, ഇത് മാജിക് ഒരു തട്ടിപ്പൊന്നല്ല, ഇതൊക്കെ ഒരു നല്ല എന്റർടൈൻമെന്റ് ആണ്, നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടംപോലെ മജീഷ്യന്മാരെ തരാം, അത് ഭയങ്കര എന്റർടൈനിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഴയ തന്നെത്താൻ പാല് കുടിക്കുന്ന ഗ്ലാസ്, അങ്ങനെ ചെറിയൊരു ഫ്ലവർ കളർ സ്റ്റേജൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്ത് കാണിച്ചു. പിന്നെ ഒരു 5 ദർഹത്തിന്റെ നോട്ട് എടുത്തിട്ട് 500, അന്നത്തെ ഏറ്റവും വലിയ 500 ദർഹം 500 ദർഹമാക്കി. അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ്, അതൊക്കെ തമാശയെന്ന് പറഞ്ഞു. അവരെല്ലാവരും ചിരിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നവർക്ക് ഷോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഷോ കിട്ടുന്നു. ആദ്യമായിട്ട് കിട്ടിയ ഷോ ദുബായിലാണ്. ദുബായ് ഫെസ്റ്റിവലിന് ഞങ്ങള് കുറെ ഷോപ്പിംഗ് സെന്ററുകളിൽ എന്നെ കൊണ്ട് ഷോ ചെയ്യിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ ആൾക്കാരില്ലാണ്ട് നിർത്തില്ല. അങ്ങനെയാണ് സാരംഗ്, മറ്റേ മുരളി, അങ്ങനെയുള്ള കുറച്ച് മജീഷ്യന്മാരെ ഞാൻ കൊണ്ടുപോയി. അവർക്കൊക്കെ ശമ്പളവും കൊടുത്തു, കുറെ സാധനങ്ങളും കൊണ്ടുപോയി. ഒരു ലൈസൻസിന് കട എടുത്തു. അവിടെ ഇഷ്ടംപോലെ ഷോയ്ക്കൊക്കെ അവർ പറയണ കാശ് തരുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ഹീറോ ആയി എവിടെ ചെന്നാലും. അപ്പോഴേക്കും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് നല്ല വരുമാനത്തോടു കൂടി എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുവരാനും അവരെ വിടാനും അവർക്ക് ഷോ ചെയ്യാനും അവരെ കൊണ്ട് ചെയ്യുന്ന ഷോയുടെ പകുതി ഞാൻ എടുക്കും.
അങ്ങനെയായിരുന്നു എൻ്റെ പണ്ടത്തെ പരിപാടി. അത് തന്നെയായിരുന്നു. അങ്ങനെ ഗംഭീരമായി. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ 5-8 ഫ്ലാറ്റ് ഉണ്ട്. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 77 വയസ്സായി. ഇതിനിടയ്ക്ക് ഞാൻ ഈ കട തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഗോപി മാജിക് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് എൻ്റെ ഈ ഷോപ്പുള്ള അൽനാസർ റെസ്റ്റോറൻറ്റിൽ വന്ന് അഡ്വർടൈസ് ചെയ്തു. അവർ ടി വിയിലൊക്കെ കൊടുത്തു, അവിടെ അനൗൺസ് ചെയ്തു. മാജിക് എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞതൊന്നും ശരിയാവില്ല, എനിക്ക് മാത്രമേ ഇവിടെ ലൈസൻസ് ഉള്ളൂ, നിങ്ങൾ ആരെ മാജിക് പഠിപ്പിച്ചാലും എനിക്ക് 50% കമ്മീഷൻ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സ്പോൺസർ ഉണ്ട്, ആനയാണ് ചേനയാണ്. ഞാൻ എൻ്റെ സ്റ്റാഫാണ് മറ്റേ മരിച്ചുപോയ സാരംഗ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാരംഗ് നല്ലൊരു ഡൗ മജീഷ്യനാണ്, മുതുകാരനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. സാരംഗിനെ ഞാൻ വിട്ടു. ടോം ചേട്ടന് ഇവിടെ നല്ല സ്പോൺസറൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ ആൾക്ക് കമ്മീഷൻ കൊടുക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ഒരു 30% കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. ഇതെല്ലാം അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ കാശൊന്നും കമ്മീഷൻ തരാതെ അവിടെ മാജിക് കിറ്റുകൾ വിറ്റു തുടങ്ങി. ഷോ കഴിഞ്ഞപ്പോൾ അൽനാസർ റെസ്റ്റോറൻറ്റ്. അപ്പം ഞാൻ ഒരു അറബിയെ കൊണ്ട് വിളിപ്പിച്ചു, നിങ്ങളെവിടെ താമസിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ നിഹാർ ഹോട്ടലാണ്, മറ്റേ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് നിഹാർ ഹോട്ടൽ, എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടേക്ക് അറബിയിൽ സംസാരിക്കുന്ന ആളോട്ടിട്ട് പറഞ്ഞു, ഇന്ന് തന്നെ നിങ്ങളുടെ ഹോട്ടലിൽ റെയ്ഡ് ഉണ്ടാവും, എത്രയും വേഗം സ്ഥലം ഒഴിവാക്കിയോ, എല്ലാവരും പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളെ പകച്ചു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടോ ചേട്ടാ, 2 കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മുഴുവൻ വിലയിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ വില, അത് മുഴുവൻ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു സംഖ്യയുടെ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 4 റൂമിലാണ് ഇവർ താമസിച്ചിരുന്നത്. 4 റൂമും വെക്കേറ്റ് ചെയ്ത് പിറ്റേ ദിവസവും അവർ തിരിച്ചു പോയി. അങ്ങനെ അത് മുഴുവൻ എൻ്റെ കൺട്രോളിലായി. മാജിക് എന്ന് പറഞ്ഞ ഫീൽഡ് മുഴുവൻ ദുബായിൽ ടോമി മാഞ്ഞുരാൻ്റെ കൺട്രോളിലായി. എനിക്കും സന്തോഷം, വരണവർക്ക് സന്തോഷം, ഇഷ്ടംപോലെ കാശ്, ഭംഗിയായിട്ട്. അങ്ങനെ എല്ലാ ഫെസ്റ്റിവലിലും കടകൾ നടത്തി 8-10 ഷോപ്പ് വരെയൊക്കെ ഞങ്ങൾ നടത്തി. അങ്ങനെയാണ് ഷിബു പ്രഭുവിനെ കൊണ്ടുവന്ന് കുറേ പേരെ കൊണ്ടുവന്നു. ചാലക്കുടിയിലായിരുന്നപ്പോൾ ഉപേന്ദ്രനും സന്ദീപും അസിസ്റ്റന്റുമാർ. അപ്പോൾ ടോമി മാഞ്ഞുരാൻ പ്രൊഫസറിന് എനിക്ക് എഴുതാൻ ഇഷ്ടമല്ല. എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ബാലമാഷുണ്ടായിരുന്നു, ആളാണ് ഇതൊക്കെ എഴുതണം. അങ്ങനെ ഒരു നല്ലൊരു ബ്രോഷർ ഉണ്ടാക്കി. പ്രൊഫസർ ടോമി മാഞ്ഞുരാൻ, ഇന്റർനാഷണൽ മജീഷ്യൻ ആൻഡ് PM ഉപേന്ദ്ര, വിന്നർ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ. അങ്ങനെ 2 പേരുടെ പേര് വെച്ചിട്ടുള്ള ബ്രോഷറുകൾ മുടിവെട്ട് വീഡിയോയിലും ഹോട്ടലിലും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുക്കും. ബുക്കിങ്ങിന് സമീപിക്കുക. 966 ആണ് എൻ്റെ കടയുടെ നമ്പർ, ചാലക്കുടി. അന്നൊന്നും എല്ലാവർക്കും 4 നമ്പറുള്ള ആരുമില്ല. അപ്പൊ ആ ബുക്കിങ്ങിന് സമീപിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ കടയുടെ പുറകിൽ ഞാൻ എഴുതിയിടും ഒരു കലണ്ടറിൽ, ഇന്ന ദിവസം ലയൺസ് ക്ലബ് ഓഫ് കുന്നംകുളം, ലയൺസ് ക്ലബ് മറ്റേ ഇവിടെ കൊച്ചി, വൈസ്മെൻസ് ക്ലബ്ബ്, ഇവരുടെയൊക്കെ ഫണ്ട് റൈസിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തു തുടങ്ങി. നിസ്സാര കാശുള്ളൂ, മുഴുവൻ തീർക്ക് കൊടുക്കാനേ തയ്യുള്ളൂ. അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. അങ്ങനെയാണ് എൻ്റെ ചരിത്രം. അതിലൊരാളാണ് ഷിബു പ്രഭു. ഞാൻ കുറ്റം പറയണതല്ല, നല്ല കലാകാരനാണ്. ഞാനാണ് കൊണ്ടുപോയത്. ആദ്യമായിട്ട് കൊണ്ടുപോയത് ആൾ പെരുമ്പാവൂരിൽ ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പ്രവീൺ എന്ന് പറയുന്ന ഒരു കമാൻഡർ പ്രവീൺ ഉണ്ട്, എൻ്റെ സുഹൃത്താണ്. എൻ്റെ ചേട്ടൻ്റെ അവിടെ കപ്പലിൽ ജോലി ചെയ്തിരുന്നത്. എൻ്റെ ചേട്ടൻ കമാൻഡറാണ്. അപ്പോൾ പ്രവീൺ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മാജിക്കെല്ലാം പഠിച്ച ആളാണ്. ടോമി മാഞ്ഞുരാൻ, താങ്കൾ എൻ്റെ ദൈവമാണെന്നൊക്കെ പറഞ്ഞു. ഇയാൾ ഭയങ്കര നിരീശ്വരവാദിയാണ്, യുക്തിവാദിയൊക്കെയാണ്. ഞാനും യുക്തിവാദിയാണ്, ഞാനും നിരീശ്വരവാദിയാണ്. ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്ന ആളാണ്. ഇപ്പോഴും എനിക്കൊരു അംബീഷനും ഇല്ല, സുഖമായിട്ട് പോണു. 10-50 കൊല്ലം കൂടി ജീവിക്കണം എന്നൊരു ആഗ്രഹം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. പലരും ഹൈഡ് ചെയ്യാണ്, പലരും ഇതിനോട് പറയാൻ തയ്യാറില്ല. ലോകത്തിലുള്ള ഏത് ഇല്യൂഷന്റെയും രഹസ്യങ്ങളും കിട്ടാനായിട്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. എൻ്റെ സുഹൃത്തുക്കളോട് ഇവരോടൊക്കെ പറയുന്നുണ്ട്. ലോകത്തിലുള്ള ഏത് മാജിക്കിന്റെ, ഏത് പെന്നൻറ്റലർ ആര് കാണിക്കുന്ന ഏത് മാജിക്കിന്റെ എല്ലാ രഹസ്യങ്ങളും പണ്ട് കാലത്തേ ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി. അല്ല, റോട്ടറിക്കിന്റെ ഒക്കെ സ്റ്റേജ് ഷോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഉപേന്ദ്രനാണ്. എൻ്റെ പേരിലാണ് അത് പുറത്തിറക്കിയത്. ടോമി മാഞ്ഞുരാന്റെ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ കണ്ടുപിടിച്ച ഒരു ട്രിക്ക് ഞാനാണ് ആദ്യമായിട്ട് 94 കോഴിക്കോട് വെച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് സ്റ്റേജ് ഷോ. അതിനുശേഷം പിന്നീട് അത് മാറി വന്നു. പിന്നീട് മാറി മറ്റേ എന്താണ് അതിന്റെ പേര്, നമ്മുടെ പത്മരാജാണ് ആദ്യം
മറ്റേ പുറത്ത് പെർഫോമൻസ് പബ്ലിക്കായിട്ട് ചെയ്തത് എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്തത് അതിന്റെ സീക്രട്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഇവരെല്ലാം ചെയ്യുന്ന എല്ലാ ഇല്യൂഷന്റെയും ലൈസൻസ് കൊടുത്ത ആളുകൾ ടോംചേട്ടൻ തന്നെയാ. എല്ലാ ഇല്യൂഷൻസും ആനനെ ഉണ്ടാക്കലും ആനനെ ഇല്ലാണ്ടാക്കലും ഒക്കെ സർവ ഇല്യൂഷൻസ്. എവിടെ അറിയുന്നു അതിനൊക്കെ എൻ്റെ ഇത് വരും ആദ്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് അതിനൊക്കെ താല്പര്യം കുറവൊന്നുമില്ല. ഞങ്ങളൊരു ഇന്റർവ്യൂ നടത്തി. അതിൽ വിൽസൺ ചമ്പക്കുളം എന്നോട് ഇത് ചോദിച്ചു, അതിന് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഷോ ഇല്ലാണ്ട് കോവിഡ് കഴിഞ്ഞ സമയത്തായിരുന്നു. ഷോ ഇല്ലെങ്കിൽ ഷോ കാശ് കുറച്ച് ചെയ്യണം, അല്ലാണ്ട് ഷോ ഇല്ലാന്നൊരു പ്രശ്നം മജീഷ്യൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ 10,000 രൂപ മേടിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ദുബായി ചെയ്ത് ആദ്യം ഫ്രീ ഷോ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ചോദിക്കുന്ന കാശ് കിട്ടി. പിന്നെ കൊല്ലങ്ങളോളം പറയണ കാശായിരുന്നു എനിക്ക്. ഏത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ബിസിനസ് ക്ലാസ് ടിക്കറ്റ് പ്ലസ് പറയണ കാശ്. ബുർജ് അൽ അറബിലൊക്കെ 4 കൊല്ലമാണ് ഞാൻ കണ്ടിന്യൂസ് ഷോ ചെയ്തു. എവറി ഫ്രൈഡേ ടിപ്സ് വേറെ കിട്ടും. ടിപ്സ് മാത്രം മാറ്റി വെച്ചിട്ട് ഞാൻ 2 ഫ്ലാറ്റ് മേടിച്ചു. 50 ലക്ഷം രൂപയുടെ 2 ഫ്ലാറ്റ് ടിപ്സ് മാറ്റി വെച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ. പിന്നെ മര്യാദക്കാരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർക്കൊക്കെ സൗകര്യമുണ്ട്. അവിടെ വിസ ഉണ്ട്. ഇപ്പോ ദുബായില് UAE മജീഷ്യൻ വിസ ഉണ്ട്. ഈ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അവിടെ ഫിലിപ്പീനോസ് എത്രയോ പേരാണെന്നറിയാമോ. കാരണം അവര് മര്യാദക്കാരാ, അവര് കളവ് ചെയ്യില്ല. നമ്മുടെ ആൾക്കാരങ്ങനെയല്ല. കപ്പലിൽ ഇട്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളുണ്ട്. കപ്പലില് മറ്റേ ബോട്ടിൽ വൈകുന്നേരം ഷോ ഉണ്ട്. അവൻ കുപ്പി എടുത്ത് കട്ടണു. അപ്പൊ അത് വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താ പറയാ, അത് അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഷാങ്കീസ് ഇല്ലേ, അത് കോയമ്പത്തൂർ കാസർഗോഡ് കിട്ടും. 15 രൂപ 20 രൂപ എടുത്തിട്ടാണ് ഫ്ലൈറ്റ് ചെയ്ത് കിട്ടുക. അത് ഒരു തരം. അങ്ങനത്തെ 100 തരം ഉണ്ട്. 30 രൂപ കിട്ടും, 40 രൂപ കിട്ടും, 50 രൂപ കിട്ടും, ഏത് വേണമെങ്കിലും കിട്ടുമല്ലോ. അതിലൊന്നും ഒരു അതിശയമില്ല. അതിശയമുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാജിക് എനിക്കിപ്പോഴും ചെയ്യാൻ അറിയാം. ഇത് എന്നോട് ഒരു മാജിക് ഷോ ചെയ്യാൻ പറഞ്ഞാൽ ഒരു മജീഷ്യനും അറിയാത്ത 10 ഐറ്റം എനിക്ക് ചെയ്യാൻ അറിയപ്പോഴും. അതൊരു വലിയ കാര്യമല്ലേ. അതിന്റെ രഹസ്യം പറയും, ശരി സെറ്റ് കയ്യിലുണ്ട് അല്ലെങ്കിൽ അത് കയ്യിലുണ്ടെന്ന് പറയും. അതെങ്ങനെയാ ഹൈഡ് ചെയ്യണേ, ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ, അതിനൊരു എഫക്റ്റ് ഇല്ലേ. അതിന്റെ പേരിലുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. ഒരു ഇൻവിസിബിൾ ഡക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഉണ്ടാക്കിയത് ഞാനാണ്. ഞാൻ അത് നന്നായിട്ട് ചെയ്തിരുന്നു. അങ്ങനെ അമേരിക്കയിൽ വെച്ച ഒരു ഇന്റർനാഷണൽ കൺവെൻഷനിൽ അവിടെ ഒരു ടീച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇൻവിസിബിൾ ഡക്ക് പഠിപ്പിക്കുന്ന ഒരു സായിപ്പ്, അയാളുടെ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പല ഹാളുകളുണ്ട്, പല ക്ലാസ്സുകൾ. അതിൽ കാർട്ടിക്കിന്റെ ക്ലാസ്സിൽ ഈ സായിപ്പ് വന്നിട്ട് ഇൻവിസിബിൾ ഡക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തുടങ്ങിയ വശം അയാൾ പറയാണ്, വൺ മിസ്റ്റർ മാഞ്ഞുരാൻ ഫ്രം ദുബായ് ഈസ് ഹിയർ. ഹി ഈസ് ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ഇൻവിസിബിൾ ഡക്ക്. പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് ടീച്ച് ദ മാൻ. എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻ എന്താ, എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി, PhD. കുറെ ട്രിക്കുകൾ എൻ്റെ സ്വന്തമായിട്ടുള്ളത്. മറ്റേ ലിങ്കിങ് റിംഗ് എന്ന് പറഞ്ഞ മാഗസിനിൽ 10 ട്രിക്ക് എൻ്റെ വന്നിട്ടുണ്ട്. അത് 90 വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ മാഗസിനാണ്. അതൊന്നും ആർക്കും കിട്ടുന്ന സൗകര്യങ്ങളല്ല. അങ്ങനെ ഇന്റർനാഷണൽ കൺവെൻഷനുകൾ ഞാനൊരു 20 അറ്റൻഡ് ചെയ്യാറുണ്ട്. ലണ്ടനിൽ 8 അറ്റൻഡ് ചെയ്യാറുണ്ട്. ഫിസം 4 അറ്റൻഡ് ചെയ്യാറുണ്ട്. ബാങ്കോക്ക് എല്ലായിടത്തും. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോഴും സമാധാനമായിട്ട് സുഖമായിട്ട് സാധാരണക്കാരുടെ മുമ്പിൽ ജീവിക്കും. അത്രേ ഉള്ളൂ ഇത് കാര്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ ഷോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇൻഡിവിജ്വൽ ഷോ എന്ന് പറഞ്ഞാല് മറ്റേ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ അരമണിക്കൂറൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷോ. ഒരാള് പോയിട്ട് ഒരു ചെറിയ പെട്ടിയായിട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ അവർ പറയാം വലിയ സ്റ്റേജാണ്, 1000 പേരുടെ സ്റ്റേജാണ്. ആയിക്കോട്ടെ, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ അല്ല കുട്ടികളുടെ പാർട്ടിയാണ്, 20 പേരേ ഉള്ളൂ. ഓക്കെ, എല്ലായിടത്തും ചെയ്യാവുന്ന സിറ്റുവേഷനിൽ ഞാൻ പോവാം. എൻ്റെ കുട്ടികളുടെ സാധനങ്ങളുണ്ടാവും, വലിയവരുടെ സാധനങ്ങളുണ്ടാവും, കാറിൽ പോവുക. അങ്ങനെ കറങ്ങി നടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷോ ചെയ്താവാം. അങ്ങനെ റെക്കോർഡായി ഞാനത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തപ്പോൾ അവർ എന്നിട്ട് പറഞ്ഞു, ഷോബി സാറേ അത് ഒരു 5000 ദർഹം കൂടി തന്നാലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോഴും മേടിച്ചിട്ടില്ല. അതായത് ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് തരണമെങ്കിൽ എന്നോട് ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. പ്രസിഡന്റിന്റെ അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടിയത് 2012. അതിപ്പോ ഇവര് പറഞ്ഞ പോലെ ഒന്നുമല്ല.
അന്ന് 13,000 12,000 ഷോ ചെയ്തതിന്റെ എല്ലാ റെക്കോർഡ്സ് എൻ്റെ ഉണ്ട്. ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ടാ കിട്ടണേ, അല്ലാണ്ട് ലിംക ബുക്കുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പോലത്തെ ഒന്നല്ല. ലിംകയിൽ കിട്ടണമെങ്കിൽ ശരിക്കും ഇത് വേണം, 50-60 പേജ്. ഞാൻ ഹാൻഡ് റൈറ്ററാണ്, ഞാൻ പഴയ കാലത്തെ ആള് തന്നെയാണ്, പഴയ കാലത്തെ അക്കൗണ്ടന്റ് ആണ്, BCom MBA ഒക്കെ ഉള്ള ആളാണ്. ഭംഗിയായിട്ട് എഴുതിയ റെക്കോർഡ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുപോലെ കുറെ അവാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കില്ല, താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഇപ്പോഴും 10-50 കൊല്ലം കൂടി ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഇതൊക്കെ നടത്തി ഇതൊന്നും നേരെയാവാതിരിക്കണല്ലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്റ്റാഫൊക്കെ പോയിട്ട് സ്ഥിരമായിട്ട് ദുബായിൽ കുട്ടികളെ മാജിക് പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ഓരോ സമ്മർ ക്യാമ്പിൽ പോകുമ്പോൾ ടോമി മാജിക് എന്ന് പറഞ്ഞ മാജിക്കിന്റെ കിറ്റ് ഉണ്ട്. അത് കാരണം 20 ദിർഹം വെച്ച് കൊടുക്കും. ഇപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് 50 കുട്ടികൾ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കൊട്ടേഷൻ അയക്കും. അവർക്ക് മാജിക് ഷോയ്ക്ക് ഞങ്ങളുടെ 500 ദിർഹമാണ് ചാർജ്, നോർമൽ 500 ദിർഹംസ് പ്ലസ് ഇന്നാണ്. അത് ആരെ വരാന്ന് വെച്ചാൽ 1 among my magicians, ഷായ അല്ലെങ്കിൽ വിനയന അല്ലെങ്കിൽ ഞാൻ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആ കിറ്റ് മേടിക്കാം. ആ കിറ്റ് 30 ആള് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 30 കിറ്റ് കൊണ്ടുപോകും. 20 ദിർഹം വെച്ച് വില. അവർക്ക് 10 മതിയെങ്കിൽ 10 എടുക്കാം, ബാക്കി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ ഭയങ്കര വിജയമായി. അങ്ങനെ ആയിരക്കണക്കിന് കിറ്റ് വിൽക്കാനും പറ്റി. എനിക്ക് 20 ദിർഹത്തിന് 3 ദിർഹം ചെലവുള്ളൂ. അങ്ങനെ അതൊരു വലിയ ബിസിനസ്സായി. അതിൽ ഏത് ലാഭം കിട്ടിയാലും പകുതി പോണ ആൾക്ക് കൊടുക്കും. അപ്പൊ അവര് നന്നായി, അവർക്ക് രക്ഷപ്പെട്ടു. എന്റെ ഫാമിലി വൈഫും 2 മക്കളുമാണ്. മോള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്, ലണ്ടനിലാണ്. അവള് ബ്രിട്ടീഷ് സ്കൈ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഡയറക്ടർ ബോർഡിൽ ഹൈലി പ്രൊഫൈൽഡാണ്. വരുമാനം അത് തന്നെയാണ്. പേരക്കിടാവ് ഇപ്പോൾ 14 വയസ്സായി. അവർ ലണ്ടനിൽ സെറ്റിൽഡാണ്. മകൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് അവൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡോക്യുമെന്ററി ഫിലിംസ്, ഫിലിം ഡയറക്ടറാണ്. ലണ്ടനിൽ നിന്ന് പാസ്സായതാണ്. ഇപ്പോൾ അവന് വലിയ സൗകര്യമാണ്. അവന് ഷൂട്ടിംഗ് ഫ്ലോർ ഉണ്ട്, ക്യാമറയുടെ ബിസിനസ് ഉണ്ട്, 2-3 റിസോർട്ട് ഉണ്ട്, വലിയ വീടും സൗകര്യങ്ങളും, ഭാര്യയും 2 കുട്ടികളുമായിട്ട് സുഖമായിട്ട് താമസിക്കും. ഞാൻ അടപ്പള്ളിയിൽ തന്നെ, എനിക്കും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. എല്ലാം കൊണ്ടും ആരോഗ്യവും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയുണ്ട്. അങ്ങനെ 1982 പരിചയപ്പെട്ടാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ ബന്ധം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിയും ഇതുപോലുള്ള കൺവെൻഷനുകളൊക്കെ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. UAE-യിലും മറ്റ് GCC രാജ്യങ്ങളിലും നൂറുകണക്കിന് മാജിക്കുകാർക്ക് ഈ കലയിലൂടെ ഉയർന്ന വരുമാനം നേടിക്കൊടുക്കുന്നതിന് സഹായിച്ചു. ചുരുങ്ങിയ സമയവും നിസ്സാര ഉപകരണങ്ങൾ കൊണ്ട് പല രാജ്യങ്ങളിലായി 13,000-ൽ പരം വേദികളിൽ പ്രായഭേദമന്യേ ഏതുതരം കാണികളിലും അത്ഭുതവും ചിരിയും കയ്യടിയും സൃഷ്ടിച്ച ഈ കലാവിസ്മയത്തെ 2012-ൽ മാജിക്കിന്റെ ഓസ്കറായ മെർലിൻ അവാർഡ് നൽകി ആദരിച്ചു. ഏറ്റവും കൂടുതൽ മാജിക് ഷോകൾ പല വേദികളിൽ നടത്തി 2013-ൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം ഇടം കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് സംഘടനയായ ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് USA-യിൽ വെച്ച് 30 വർഷത്തെ ഓർഡർ ഓഫ് മെർലിൻ എന്ന ബഹുമതിയും നൽകി ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. മാജിക്കിനെ ബ്ലാക്ക് മാജിക്കായി കണക്കാക്കിയിരുന്ന വിദേശ രാജ്യങ്ങളിൽ ഇതിനെ ഒരു സമ്പൂർണ്ണ കലാരൂപമായി ബോധ്യപ്പെടുത്താൻ ബിരുദധാരിയായ ഈ ചെന്നൈ സ്വദേശിയുടെ കരങ്ങൾ തന്നെ വേണ്ടിവന്നു. അദ്ദേഹത്തിന്റെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമായി രൂപം കൊണ്ട മാജിക്കുകാർക്കായ സ്ഥിരവിസ ഇന്നും അനേകം മാതൃകൾക്ക് അത്താണിയാണ്. കേവലം ഒരു വിനോദമായി ആരംഭിച്ച ഈ കലയെ തന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നേടിയെടുക്കാൻ ടോമിക്ക് സാധിച്ചു. എല്ലാവരെയും ആകർഷിക്കുന്ന തന്റേതായ ശൈലികളിലൂടെ ഇന്നും അദ്ദേഹം കാണികളുടെ ഹൃദയങ്ങളിൽ വിസ്മയത്തിന്റെ വർണ്ണപട ചൊരിയുന്നു. ആകാംക്ഷയുടെയും അത്ഭുതത്തിന്റെയും അവിസ്മരണീയമായ നിമിഷങ്ങളിലേക്ക് മനമയക്കുന്ന വായാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം.